പ്രഭാതം 3 മണി. ഹസന ഉംറ സംഘം ജബലു സൗർ കയറാൻ വേണ്ടി പോവുകയാണ്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. പ്രഭാതത്തിൽ പോയാൽ നേരത്തെ കയറി വെയിലാവുന്ന മുമ്പ് തിരിച്ചു പോരാം എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങളുടെ യാത്ര. ഏതായാലും ഞങ്ങൾ രാവിലെ തന്നെ കിട്ടിയ ബസ്സെല്ലാം പിടിച്ചു നേരെ പോയി നമ്മൾ ജബലു സൗറിലേക്ക്. എല്ലാവരും ലഘുവായ ഭക്ഷണമെല്ലാം കഴിച്ചുകൊണ്ടും അല്ലാത്തവരൊക്കെ ഉണ്ട്. ഏതായാലും ജബലു എത്തിയപ്പോഴാണ് മനസ്സിലായത് ജബലു സൗർ 6:30 മണിക്കോ തുറക്കുള്ളൂ എന്നുള്ളത്. വല്ലാത്തൊരു വിഷമകരമായ അവസ്ഥയായിരുന്നു. അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഫ്രണ്ട് തന്നെ പോലീസുമാരോ സ്ക്വാഡുകളോ ഇവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ വലിയ നിരാശയോടെ ഞങ്ങൾ അപ്പുറത്തെ പള്ളിയിൽ നിന്ന് സുബഹി നിസ്കാരമെല്ലാം കഴിഞ്ഞു. ഏകദേശം ഒരു 6 മണിയായപ്പോൾ, ഒരു 5:30 മണിയായപ്പോൾ വന്നു. കൈകാലെ പിടിച്ചു നോക്കി. ഒരു നിലക്കും അവർ സമ്മതിക്കുന്നില്ല. ഒരു നിലക്കും സമ്മതിക്കാത്തൊരവസ്ഥയിൽ ഈ നൃത്തമാണ്. അങ്ങനെ രാവിലെ 3 മണിക്ക് പോകുന്ന ഞങ്ങൾ 6 മണി വരെ അവിടെ നിൽക്കേണ്ടി വന്നു. ഏതായാലും ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ജബലു സൗറിലേക്കല്ലേ. അങ്ങനെ 6 മണിയായപ്പോൾ ഞാൻ ഗേറ്റ് ഓപ്പൺ ചെയ്തു. പക്ഷേ തീർന്നില്ല. 6 മണിക്ക് മെയിൻ ഗേറ്റേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ടിക്കറ്റ് എടുക്കൽ നിർബന്ധമാണ് അത്ര ഇപ്പം. അപ്പോൾ ആ ടിക്കറ്റിൻ്റെ കൗണ്ടർ ഈ വാഹനം ഇല്ലാത്തവർക്ക് കൊടുക്കുന്നത് 6:30-ക്കാണ്. 6 മണിക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നു. 6:30 മുതലാണ് ടിക്കറ്റ് ഇവിടെ വാഹനമില്ലാതെ ഡയറക്റ്റ് പോകുന്നവർക്ക്, കാൽനടയായി പോയെന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് വീണ്ടും 6:30 വരെ ഞങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോഴേക്കും ഏകദേശം വെയിലെല്ലാം ഉദിച്ചു, ഏകദേശമായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജബലു സൗർ ഇപ്പോൾ കയറാൻ 6:30-ക്ക് ശേഷമേ പറ്റുകയുള്ളൂ എന്നർത്ഥം. കണ്ടില്ലേ ഈ വാഹനങ്ങൾ, ഇതാണ് ടിക്കറ്റ് എടുത്തവർക്കുള്ള ഒരു അവസരം. 38 റിയാലാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ 38 റിയാൽ കൊടുത്താൽ ഇവിടുന്ന് ഒരു 80%, ഒരു 70% മുകളിലേക്ക് അവർ കൊണ്ടുപോയി ആക്കിരും. അതുപോലെ തന്നെ അവർ തിരിച്ചു ഇങ്ങോട്ടും കൊണ്ടുവരും. ബാക്കി നമ്മൾ എന്തായാലും നടക്കാനുള്ളത് ബാക്കി മുകളിലുണ്ട്. ഏതായാലും നമ്മൾ ഒരുപാട് പേരുണ്ട് ഇതേപോലെ ടിക്കറ്റ് എടുക്കാതെ നമ്മൾ കാൽനടയായി പോകാൻ തയ്യാറായിരിക്കുന്നവർക്ക്. പക്ഷേ അതിനവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല, എന്തുകൊണ്ടെന്നറിയില്ല. ഏതായാലും 3 മണിക്ക് വന്ന് ഞങ്ങൾ 6:30 ആ സമയത്ത് ഞാൻ വെറുതെ പരിസരത്തിലൂടെ പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. മൃഗങ്ങളെ തോലുകൾ അതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അതുപോലെ ഊരി കൊണ്ടുവന്ന് വെച്ചു. അതേ സ്മെല്ലും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പരിച, അതുപോലെ വാളുകൾ എല്ലാം ഉണ്ട്. പഴയ കാലത്ത് ഉപയോഗിച്ച ഒറിജിനൽ വാളുകളൊക്കെയാണ് ഈ കൊണ്ടുവന്ന് വെച്ചത്. ഇത് എക്സിബിഷൻ മോഡൽ. ഏതായാലും സമയം 6:30 ആയപ്പോഴേക്കും നമ്മളെല്ലാവരും അങ്ങോട്ട് കയറാൻ തുടങ്ങി. അപ്പോഴേക്കും വെയിൽ അത്യാവശ്യമായിട്ടുണ്ട്. റോഡുകളെല്ലാം വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. വളരെ മനോഹരമായ രീതിയാണ് ഇപ്പോൾ ജബലു സൗറിലേക്കുള്ള വഴികൾ റെഡിയാക്കിയത്. പക്ഷേ കാൽനട ഒരു നിലക്കും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വിനയപൂർവ്വം അനുഭവം കൊണ്ട് പറയാണ്, കാൽനട പഴയ ജബലു സൗർ പ്രതീക്ഷിച്ച് പോകരുത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഹസനയുടെ 21ാമത്തെ ബാച്ചാത്. കഴിഞ്ഞ 20 ബാച്ചിലും എണ്ണപ്പെട്ട 1, 2, 3 ബാച്ചല്ലാത്ത, അന്നിവിടെ മംനു ആയതുകൊണ്ട് അല്ലാത്ത എല്ലാ ബാച്ചും നമ്മൾ ജബലു സൗർ കയറിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ കയറിയ ഒരു ക്ഷീണം, ഇത്തവണ കയറിയപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായില്ല. കാരണം അത്ര ദൂരം കൂടിയതായി നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് വാഹനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേ നിൽക്കും. ഓരോരുത്തർ ടിക്കറ്റ് എടുക്കുന്നവരെ കൊണ്ടുപോകാനുള്ള വാഹനങ്ങളാണ്. ഏതായാലും നമ്മൾ ഉമ്മമാരെല്ലാവരും വലിയ പ്രതീക്ഷയോടെ ഇങ്ങനെ നടന്ന് നീങ്ങി എത്ര നടന്നിട്ട് അങ്ങോട്ട് എത്തുന്നില്ല. അങ്ങനെ മുകളിലേക്ക് എത്തുമ്പോഴേക്കും അത്യാവശ്യം സമയം വൈകിയിട്ടുണ്ട്. ഇപ്പോൾ സമയം കണ്ടില്ല, ഏകദേശം 7:30 ആയിട്ടുണ്ട്. ഞങ്ങൾ തുടങ്ങിയത് 6:30, പകുതി ആയപ്പോഴേക്കും 1 മണിക്കൂർ. ഇനി അങ്ങോട്ട് എത്രയോ കയറാൻ ബാക്കി കിടക്കാണ്. എങ്ങനെ ഏതായാലും വളരെ ക്ഷമയോടെ ഇനി കയറുകയല്ലാതെ വേറെ നിർവാഹമില്ലല്ലോ. അങ്ങനെ കണ്ടില്ല, ഈ കാണുന്ന സ്ഥലം വരെയാണ് ഈ വാഹനം വരിക. ഇവിടുന്ന് മുകളിലേക്ക് വീണ്ടും ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറിന് വീണ്ടും കയറാനുണ്ട്. അല്ലാതെ മുകൾ വരെ വാഹനം പോകുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ താഴെ കണ്ടില്ല മഞ്ഞ തട്ടം കൊണ്ട് വരുന്നു. ബാക്കിയുള്ളവർ കയറി ഏകദേശമായി. ഇതാണ് ഖദമെ മുബാറക്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പയുടെ കാൽപാദം പതിഞ്ഞു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് ഈ കാണുന്ന ഖദമെ മുബാറക്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും കയറി അവസാനം ജബലു സൗറിൻ്റെ മുകളിൽ ഗോറു സൗറിൻ്റെ അവിടേക്ക് എത്തി. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അപ്പോഴേക്കും വെയിലൊക്കെ അത്യാവശ്യമായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഗോറു സൗർ കയറിയ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. ഏതായാലും ഗോറു സൗറിൻ്റെ മുകളിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ഉമ്മമാരെല്ലാവരും വന്നു. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോകളൊക്കെ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും അതുപോലെ ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും ഗോറു സൗറിലെ ചരിത്രങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ പറയാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു.
സമീപിച്ചു. അങ്ങനെ ഗോറു സൗറും അതിൻ്റെ ബാക്കിൽ തന്നെ ചരിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ സെയിം മാച്ചായി വേറൊരു ഗുഹയുണ്ട്. അതും നമ്മളെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു കൊടുത്തു ചരിത്രപരമായിട്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ബാക്കിലുള്ള ഗുഹയും എന്തുണ്ട് ചരിത്രത്തോട് സാമ്യമുണ്ടെന്ന്. നിങ്ങൾ എത്ര പേര് ഈ ഗുഹ കണ്ടിട്ടുണ്ട്? ഉംറയ്ക്ക് പോയ പലരും ഈ ഗുഹ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പാപ്പയും സിദ്ദീഖ് തങ്ങളും കൂടെ ഇരുന്ന ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഒരു ഭാഗമാണ്, നബിയെ അവർ അവരുടെ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണില്ലേ. അത് ഈ ഗുഹക്കാണ് പ്രിയമുള്ളവരെ ഏറ്റവും കൂടുതൽ മാച്ച് ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ ആ ഗുഹയിലെല്ലാവരും കയറി അവിടെ നിന്നൊക്കെ എല്ലാവരും ബറക്കത്തെടുത്തു. അങ്ങനെ കഴിയുന്ന ഉമ്മമാരും കയറി ഉപ്പമാരും എല്ലാവരും ഗുഹയിലേക്ക് ഇറങ്ങി, അകത്തേക്ക് ഇറങ്ങി അതിലൂടെ ഇങ്ങനെ വന്ന് കണ്ടില്ല. എല്ലാവരും അതുവഴി വരുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ എല്ലാവരും വന്നു. അവിടുത്തെ ചരിത്രങ്ങൾ എന്തായിരുന്നു, എന്തുകൊണ്ട്, എന്തൊക്കെയെന്ന് വിശദമായി പറഞ്ഞു കൊടുത്തു. സിദ്ദീഖ് തങ്ങളുപ്പാപ്പാക്ക് സ്വർഗം കൊണ്ട് വാഗ്ദാനം കൊടുത്ത് പവിത്രമായ ഈ ജബലു സൗറിൽ വെച്ചായിരുന്നല്ലോ. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ എല്ലാം കൂടെ വിശദീകരിക്കാൻ സമയമില്ല. അങ്ങനെ അതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോഴേക്കും വെയിൽ അത്യാവശ്യം ചൂടായി, നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 12 മണിയോളമായി ഞങ്ങൾ താഴെത്തുമ്പോൾ എന്നുള്ള പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യഥാർത്ഥത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശരാശരി 12 മണിയായിട്ടുണ്ട്. ഇതാണ് ജബലു സൗറിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടില്ലേ. ഇപ്പോൾ ഒരു സെക്യൂരിറ്റി എല്ലാം ഉണ്ട്, പഴയതുപോലെയല്ല. സെക്യൂരിറ്റി നമ്മളെ അവിടെ നിൽക്കാൻ സമ്മതിക്കൂല. അങ്ങനെ നമ്മൾ പ്രിയപ്പെട്ട ഉപ്പമാർ ഇറങ്ങുന്ന സമയത്ത് ഖദമേ മുബാറക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. എല്ലാവരും അതിനെന്തായി ബറക്കത്തെടുത്തു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ കാൽപാദമാണ് എന്ന് പറയപ്പെടുന്ന സിദ്ദീഖ് തങ്ങളുപ്പാപ്പാക്ക് ഹബീബായ തങ്ങളുപ്പാപ്പ പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ രുചിയുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ആ പാനീയം ഒഴുക്കിക്കൊടുത്ത ആ പവിത്രമായ ഇടം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ട ഉപ്പമാർ എല്ലാവരും താഴേക്കിറങ്ങി. വെയിൽ അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഏതായാലും അങ്ങനെ യാത്ര അവസാനിച്ചു. ജബലു സൗറിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും കാൽനട ആഗ്രഹിക്കാതിരിക്കുക. അതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. പ്രിയമുള്ളവരെ, ഈ വിവരം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അയക്കണം. ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് അറിവാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.